ഭാര്യയും വിവാഹിതരായ 3 മക്കളും ഉറ്റവരും ഉടയവരുമായി പലരുമുണ്ടെങ്കിലും രോഗിയും ശയ്യാവലംബിയുമായ വൃദ്ധൻ ആഹാരത്തിന് അന്യർക്ക് മുന്നിൽ കൈനീട്ടുകയാണ്. അന്തി ഉറങ്ങുന്നത് തെരുവോരങ്ങളിലും കടത്തിണ്ടകളിലും. പുനലൂർ വിളക്കുവട്ടം കുന്നുംപുറത്ത് വീട്ടിൽ സോമൻ എന്ന 72-കാരനാണ് എല്ലാവരും ഉണ്ടായിട്ടും തല ചായ്ക്കാൻ ഇടമില്ലാതെ കടത്തിണ്ടകളിൽ അഭയം തേടുന്നത്. പത്തനാപുരത്ത് കല്ലുംകടവിലെ കടത്തിണ്ടകളിൽ മാസങ്ങളായി കഴിഞ്ഞുവരുന്ന ഈ വയോധികന് ആഹാരവും മറ്റു സഹായങ്ങളും നൽകുന്നത് ഇവിടത്തെ കച്ചവടക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളുമാണ്. കാലിൽ വ്രണം വന്ന് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഏതാണ്ട് പൂർണ്ണമായി ശയ്യാവലംബിയായ ഈ വൃദ്ധൻ ആരോഗ്യവാനായിരുന്ന കാലത്ത് മരപ്പണികൾ ചെയ്താണ് ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തെ പോറ്റിയിരുന്നത്. എന്നാൽ രോഗബാധിതനായി ആരോഗ്യം നഷ്ടപ്പെട്ട സോമനെ കുടുംബാംഗങ്ങൾ അവഗണിച്ചുവത്രേ. മനസ്സിലൊരു തോന്നി എങ്ങനെ ഇറങ്ങി അവര് പിള്ളേരൊക്കെ പ്രായം വന്നപ്പോഴത്തേക്ക് അവരുടേതായിട്ടുള്ള നമ്മളെ ഒരു മൈൻഡില്ലാത്ത ഒരു ലെവലും വന്നു. പിന്നെ നമ്മളെ കൈപ്പിലെന്ന് പോയാൽ പിന്നെ പിടിച്ചാൽ നിൽക്കുകയല്ല. സംരക്ഷണവും ഭക്ഷണവുമില്ലാതെ വന്നതോടെ ഗത്യന്തരമില്ലാതെയാണ് താൻ വീട് വിട്ട് ഇറങ്ങിയതെന്ന് അദ്ദേഹം പറയുന്നു. കുണ്ടറ ആറുമുറിക്കട സ്വദേശിയായ സോമൻ വിളക്കുവട്ടം സ്വദേശിനിയെ വിവാഹം കഴിച്ച് ഭാര്യയുടെ നാട്ടിൽ താമസമാക്കുകയായിരുന്നു. വാർദ്ധക്യത്തിന്റെ അവശതകൾ സോമന് നൽകിയത് അവഗണനയും അനാഥത്വവുമാണ്. ഭാര്യയും മക്കളുമുള്ളവരെ അനാഥരുടെ പട്ടികയിൽപ്പെടുത്തി അഗതി മന്ദിരങ്ങളിലാക്കാനും കഴിയാത്ത അവസ്ഥയാണ്. ഈ വാർത്ത സോമന്റെ കുടുംബത്തിന്റെ കണ്ണു തുറപ്പിച്ചാൽ കടത്തിണ്ണയിൽ നിന്ന് ഈ വയോധികന് മോചനം ലഭിച്ചേക്കും എന്ന പ്രതീക്ഷയോടെ ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.